Hi, my dear students. Welcome to Math World Mathematics Online Classes. ഇപ്പോൾ നമ്മൾ ഇന്ന് 8th സ്റ്റാൻഡേർഡിലെ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങളുടെ ബാക്കി പോർഷൻസ് പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും പഠിച്ചു. ഓർക്കുന്നുണ്ടല്ലോ? സമപാർശ്വ ത്രികോണവും സമഭുജ ത്രികോണവും എന്തെന്ന് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാം. ഒരു ത്രികോണം വരയ്ക്കുമ്പോൾ അതിലെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ, ഒരു ത്രികോണം വരയ്ക്കുമ്പോൾ അതിലെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ. ശരിയല്ലേ? അപ്പോ ഇവിടെ എ ബി സി, ഈ ത്രികോണത്തിൽ എ ബി ഈക്വൽ ടു എന്താണ്? എ സി ആണ്. അതുകൊണ്ട് ഇത് എന്ത് ത്രികോണമായിരിക്കും? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. എന്താണ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ മറ്റൊരു പ്രത്യേകത? തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ? ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും തുല്യമാണെങ്കിൽ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആർ ഈക്വൽ, അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണങ്ങൾ. ഓക്കെ ആണല്ലോ? നമ്മൾ ഇത് വെച്ചുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇനി രണ്ട് ക്വസ്റ്റ്യനും കൂടെ ബാലൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിലെ അവസാനത്തെ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the figure below, O is the center of the circle and A, B are points on the circle. Compute angle A and angle B. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും A, B എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. കോൺ A, കോൺ B ഇവ കണക്കാക്കുക. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? O സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനകത്തുള്ള രണ്ട് പോയിന്റ് ആണ് എയും ബിയും. എന്നിട്ട് എന്ത് ചെയ്തേക്കുന്നു? ഒരു ത്രികോണം അഥവാ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. പേര് ഒ എ ബി. അതിൽ ആംഗിൾ ഒ എത്ര ഡിഗ്രി എന്നുണ്ട്? 60 ഡിഗ്രി എന്നുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ എയും കണ്ടുപിടിക്കുക, ആംഗിൾ ബിയും കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതിലെ രണ്ട് സൈഡ് എടുക്കുകയാണ്. ഒന്ന് ഒ എ, അടുത്ത എന്താണ്? ഒ ബി. ഒന്ന് ഒ എ, അടുത്ത എന്താണ്? ഒ ബി. ഞാൻ അത് എഴുതിയപ്പോ എന്ത് സിമ്പിൾ ഇട്ടു? ഈക്വൽ സിമ്പിൾ ഇട്ടു. എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ ഒരു ഈക്വൽ സിമ്പിൾ ഇട്ടത്? ഒ എയും ഒ ബിയും ഈ സർക്കിളിന്റെ എന്താണ്? റേഡിയസ് ആണ്. ഈ വരച്ചിരിക്കുന്ന വൃത്തത്തിലെ ആരങ്ങളാണ് ഒ എയും ഒ ബിയും. ആരം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ട് വശങ്ങൾ തുല്യമാണ്. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അത് ഏത് ത്രികോണമായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമായിരിക്കും. എന്താ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത? തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം. അപ്പൊ നോക്കി, ഈ വശത്തിനെതിരെയുള്ള കോൺ ആംഗിൾ എ, ഈ വശത്തിനെതിരെയുള്ള കോൺ ആംഗിൾ ബി. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. എങ്ങനെ കണ്ടുപിടിക്കാം? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈക്വൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 180 നിന്ന് അറിയാവുന്ന ആംഗിൾ മൈനസ് ചെയ്ത് ഹാഫ് എടുക്കുക. അപ്പോ 180 മൈനസ് 60/2. 180 നിന്ന് 60 കുറച്ചാൽ 120. അതിന്റെ പകുതി. 120ന്റെ പകുതി എത്രയാ? 60. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോൺ എ 60 ഡിഗ്രി എന്ന് കിട്ടി. കോൺ ബിയും എത്ര ഡിഗ്രി എന്ന് കിട്ടി? 60 ഡിഗ്രി. ഇപ്പൊ എല്ലാ കോണുകളും തുല്യമായില്ലേ? അപ്പൊ ഈ ത്രികോണം എന്ത് ത്രികോണമാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളുമാണ്. ശരിയല്ലേ? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഓൾ ദി ആംഗിൾസ് ആർ ഈക്വൽ, സോ ഇറ്റ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു സെക്ഷനിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ബാലൻസ് ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, ഇൻ ദി ഫിഗർ ബിലോ
O is the center of the circle and A, B, C are points on the circle. What are the angles of triangle ABC? ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും A, B, C എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ത്രികോണം ABC-യുടെ കോണുകൾ എന്തൊക്കെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. O സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ 3 പോയിന്റ് ആണ് എയും ബിയും സിയും. ഈ എയും ബിയും സിയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിലെ ഓരോ ആംഗിളും കണ്ടുപിടിക്കുക. ഓക്കെ, ഈ വരച്ചിരിക്കുന്ന എ ബി സി എന്ന ത്രികോണത്തിലെ ഓരോ കോണുകളും കണ്ടുപിടിക്കുക. അപ്പൊ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ, ത്രികോണങ്ങൾ നമ്മൾ എ ബി സി എന്ന് പറയുന്ന ത്രികോണം 3 ചെറിയ ത്രികോണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതിലെ ഓരോ ത്രികോണമായിട്ട് എടുത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം എടുക്കുന്ന ത്രികോണത്തിന്റെ പേര് എ ഒ ബി. എ ഒ ബി ഈ ഒരു ത്രികോണം എടുത്തു. ഈ ത്രികോണം നോക്കുകയാണെങ്കിൽ ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. എന്തുകൊണ്ടാ ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് പറഞ്ഞത്? റേഡിയസ് ആരമായതുകൊണ്ട് ഒ എ ഈക്വൽ ടു എന്തെന്നെടുക്കാം? ഒ ബി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒ എക്ക് എതിരെയുള്ള ഈ കോണും ഒ ബിക്ക് എതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കണം. ശരിയാണല്ലോ. അപ്പൊ ഈ കോണിന്റെ പേരെന്താ? കോൺ ഒ ബി എ ഈക്വൽ ടു, ഈ കോണിന്റെ പേരെന്താ? ഒ എ ബി. ഒ എ ബി ഈക്വൽ ടു, ഈക്വൽ ആംഗിൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? അറിയാവുന്ന ആംഗിൾ എത്രയെന്ന് മൈനസ് ചെയ്യുക? 180. അപ്പൊ 180 മൈനസ് 120/2. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു 60/2. 180 120 കുറച്ചാൽ 60. 60ന്റെ പകുതി എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി ആയിട്ട് മാറുന്നു? 30 ഡിഗ്രി. ഈ കോണും എത്ര ഡിഗ്രി ആയിട്ട് മാറുന്നു? 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ആ രണ്ട് കോണുകളും 30 ഡിഗ്രി ആയിട്ട് മാറി. ഇനി നമുക്ക് രണ്ടാമത്തെ ത്രികോണം നോക്കാം. എന്താ രണ്ടാമത്തെ ത്രികോണത്തിന്റെ പേര്? ത്രികോണം എ ഒ സി. ഇതില് ഒ എയും ഒ സിയും റേഡിയസ് ആണ്. ശരിയല്ലേ? ഒ എയും ഒ സിയും റേഡിയസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു കോണും ഈ ഒരു കോണും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ കോണിന്റെ പേരെന്താ? ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എ ഈക്വൽ ടു. ഈക്വൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? 180 മൈനസ് അറിയാവുന്ന ആംഗിൾ എത്ര ഡിഗ്രി തന്നെയാ? 120 ഡിഗ്രി ബൈ 2. 180 മൈനസ് 120 എത്രയാ? 60/2 ഈക്വൽ ടു എത്ര ഡിഗ്രി എന്ന് വരുന്നു? 30 ഡിഗ്രി. അപ്പോ ഈ കോണും 30 ഡിഗ്രി വരുന്നു. ഈ കോണും എത്ര ഡിഗ്രി വരുന്നു? 30 ഡിഗ്രി വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെയും 30, ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30 എന്ന് തെളിയിച്ചു. ഓക്കെ, ഇതുപോലെ നമുക്ക് മൂന്നാമത്തെ ത്രികോണം എടുത്തൂടെ? മൂന്നാമത്തെ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് 120 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, ഇതും 120 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. പക്ഷെ ഈ കോൺ എത്രയെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടില്ല. എത്രയായിരിക്കും? ഒരു പോയിന്റ്, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 120, ഇത് 120. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് എത്രയായി? 240 ആയി. ബാലൻസ് ഉള്ളതാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ 360 നിന്ന് എത്ര കുറച്ച് നോക്കുക? 120 120 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 240. കുറച്ചാൽ എത്ര കിട്ടും? 0. 6 4 കുറച്ചാൽ 2, 3 2 കുറച്ചാൽ 1. അപ്പൊ ഈ കോണും നമുക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടി? 120 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇപ്പൊ കണ്ടുപിടിച്ച അതുപോലെ നമുക്ക് ചെയ്തൂടെ? ഇവിടെ വന്നേക്കുന്ന കോൺ 120 ആയപ്പോ ഇവിടെയും 30, ഇവിടെയും 30. ഇവിടെ 120 വന്നപ്പോ ഇവിടെയും 30, ഇവിടെയും 30. അപ്പൊ ഇവിടെ 120 വന്നാൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ ചെയ്ത് നോക്കാം. അതുപോലെ ഈ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ രണ്ട് കോണുകളും എത്ര ഡിഗ്രി ആയിട്ട് മാറി? 30 ഡിഗ്രി ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇതിലെ ഓരോ കോണുകളും കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു. എന്ത് ചെയ്തു? ഓരോ ഈ ഡിവിഷൻ വെച്ചുകൊണ്ട് ഓരോ ത്രികോണങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാ കോണുകളും കണ്ടുപിടിച്ചു. അത് ഫിഗറിൽ മാർക്ക് ചെയ്തു. ഇനി
നമുക്ക് അതിലെ ഓരോ കോണുകളായിട്ടൊന്ന് എടുത്തെഴുതാം. ആദ്യത്തെ കോൺ ഏതാ? കോൺ എ. കാണുന്നുണ്ടോ? കോൺ എ എന്ന് പറയുമ്പോൾ എന്താ? ഇതും കൂടെ കൂട്ടിയെടുക്കുക. മുകളിലത്തെ കോണുകൾ ഇവിടെ 30, ഇവിടെ 30. അപ്പൊ കോൺ എ എന്തായിരിക്കും? 30 + 30 = 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി ആംഗിൾ ബി എന്തായിരിക്കും? ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയല്ലേ? അവിടെ വന്നിരിക്കുന്ന രണ്ട് ആംഗിൾ ഏതാ? 30 30. അപ്പൊ 30 + 30 = എത്ര തന്നെ വരുന്നു? 60. ഇനി അടുത്തത് ആംഗിൾ സി എടുക്കാം. എങ്ങനെ വരും? 30 + 30 = എത്ര ഡിഗ്രി തന്നെ വരുന്നു? 60 ഡിഗ്രി. അപ്പോ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും എത്ര ഡിഗ്രി ആയിട്ട് മാറി? 60 ഡിഗ്രി ആയിട്ട് മാറി. ഓക്കെ. അപ്പോ ഇവിടെ 3 ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഓരോന്നിലും നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്തുകൊണ്ട് ആംഗിൾ കണ്ടുപിടിച്ചു. ആഡ് ചെയ്തപ്പോ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ സെക്ഷനിലോട്ട് കിടക്കാം. അപ്പോ ഇതുവരെ ഓക്കെയാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബൈസെക്ടേഴ്സ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഹെഡിങ് എന്ന് പറയുന്നത് എന്താണ്? ബൈസെക്ടേഴ്സ് അഥവാ സമഭാജികൾ. ബൈസെക്ടേഴ്സ്. എന്താണ് ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാല്? അല്ലെങ്കിൽ സമഭാജികൾ. സമം എന്ന് പറഞ്ഞാൽ തുല്യം, ഭാജികൾ എന്ന് പറഞ്ഞാൽ ഭാഗിക്കുക. അപ്പോ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബൈ എന്ന് പറയുമ്പോൾ 2. അപ്പൊ ഈക്വൽ ആയിട്ട് എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം? ഈക്വൽ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ തന്നിരിക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ആംഗിളിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ലൈൻ വരാം, ആംഗിൾ വരാം. അപ്പോ 2 ക്ലാസിഫിക്കേഷൻ ആണ് ബൈസെക്ടേഴ്സ് വരുന്നത്. ഫസ്റ്റ് വൺ ലൈൻ, സെക്കൻഡ് വൺ ആംഗിൾ. ഓക്കെ, ഒന്ന് ലൈൻ, അടുത്ത എന്താണ്? ആംഗിൾ. സംഭവം സിമ്പിൾ ആണ്. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? ഹൗ ടു ഡ്രോ ലൈൻ ബൈസെക്ടർ. ഒരു ലൈൻ തന്നാൽ അതിന്റെ 2 ഈക്വൽ പാർട്ട് ആക്കുന്ന ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു ലൈൻ എടുത്തു, ലെങ്ത് പറയുന്നില്ല, ഒരു ലൈൻ എടുത്തു. ഇതിന്റെ ബൈസെക്ടർ വരയ്ക്കണം. ഇതിന്റെ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പസ് എടുക്കുക. ഇത് വരയ്ക്കാൻ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കോമ്പസ് ആണ്. കോമ്പസ് എടുക്കുക, ദാ ഈ എൻഡിൽ വെക്കുക, ഒരു എൻഡില് കോമ്പസ് വെക്കുക. എന്നിട്ട് ആ ഡിസ്റ്റൻസ്, കോമ്പസിൽ അകലം എടുക്കാലോ, അത് പകുതിയിൽ കൂടുതൽ എടുക്കുക. നമുക്ക് കണ്ടാൽ തോന്നണം പകുതി കൂടുതലാണ് എന്ന് തോന്നുന്ന ഒരകലം വരെ എടുക്കുക. അപ്പൊ കോമ്പസ് ഇവിടെ വെക്കുന്നു, ഒരകലം കോമ്പസിൽ എടുത്തു. അകലത്തിന്റെ പ്രത്യേകത എന്തായിരിക്കണം? പകുതിയിൽ കൂടുതലായിരിക്കണം. എത്ര വരണമെന്നില്ല, പകുതിയേക്കാൾ കൂടുതലായിരിക്കണം. എന്നിട്ട് നേരെ താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ മുകളിലും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോ ഒരു അകലം എടുക്കുക, മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെയും ഒരു ആർക്ക് വരയ്ക്കുക. ഇതുപോലെ ഈ അകലം മാറ്റാതെ അടുത്ത പോയിന്റിൽ കോമ്പസ് വെക്കുക. അപ്പൊ കോമ്പസിൽ ആദ്യം ഒരു അകലം എടുത്തിട്ടുണ്ടല്ലോ, അത് മാറരുത്. മാറ്റാതെ അടുത്ത പോയിന്റ്, അതായത് അടുത്ത അറ്റത്ത് കോമ്പസ് വെക്കുക. എന്നിട്ട് നേരത്തെ വരച്ച ചാപത്തിൽ അല്ലെങ്കിൽ നേരത്തെ വരച്ച ആർക്ക് കട്ട് ചെയ്യുക. ഇൻ കേസ് നമ്മൾ വരയ്ക്കുമ്പോൾ കട്ടായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഒന്നും കൂടെ എടുക്കുക. ഓക്കെ, അപ്പൊ ഇത്തിരി വീതിക്ക് എടുക്കുക. ആദ്യം വരയ്ക്കുന്ന ആർക്ക് ഇച്ചിരി വലുതാക്കി വരയ്ക്കുക, ഇവിടെ ഇച്ചിരി വലുതാക്കി വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കട്ട് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 2 പുതിയ പോയിന്റ് കിട്ടിയില്ലേ? എങ്ങനെ കിട്ടിയത്? ഒരകലം, പകുതിയിൽ കൂടുതൽ അകലം കോമ്പസിലെടുത്തു, ഒരറ്റത്ത് വെച്ചു, മുകളിലും താഴെയും ആർക്ക് വരച്ചു. അകലം മാറ്റാതെ അടുത്ത അറ്റത്ത് വെക്കുന്നു, മുകളിലും താഴെയും ചാപം അല്ലെങ്കിൽ ആർക്ക് വരയ്ക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച ആർക്കും ഇപ്പൊ വരച്ച ആർക്കും എന്ത് ചെയ്തു? മീറ്റ് ചെയ്തു. ആ 2 പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ആദ്യം വരച്ച വരയെ 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. അതായത് ഈ ഒരു അകലം x ആണെങ്കിൽ ഈ ഒരു അകലവും എന്ത് തന്നെ ആയിരിക്കും? x തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് എന്ത് വരയ്ക്കുന്നത്? ലൈൻ ബൈസെക്ടർ വരയ്ക്കുന്നത്. ലൈൻ വരയ്ക്കുക, കോമ്പസ് എടുക്കുക, പകുതി കൂടുതൽ അകലം എടുക്കുക, ഒരറ്റത്ത് വെക്കുക, മുകളിലും താഴെയും ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക.
അകലം മാറ്റാതെ അടുത്ത പോയിന്റിൽ വയ്ക്കുക, മുകളിലും താഴെയും ചാപം വരയ്ക്കുക. അപ്പൊ നേരത്തെ വരച്ച ചാപവും ഇപ്പൊ വരച്ച ചാപങ്ങളും എന്ത് ചെയ്യുന്നു, ആർക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവും. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, ലൈൻ ബൈസെക്ടർ കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ ബൈസെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ആദ്യം ഉണ്ടായിരുന്ന ഒരു വരയുണ്ടല്ലോ, അതിലുണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി ആണ്, 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 90 ആണെങ്കിൽ അതിന് നമ്മള് റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയത്തില്ലേ. രണ്ട് വരകൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആണെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടി പറയും, പെർപെൻഡിക്കുലർ ലൈൻസ്, ലംബ രേഖകൾ. അപ്പൊ ഇവിടെ നമ്മൾ സമഭാജി വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതിനെ പെർപെൻഡിക്കുലർ ലൈൻ അഥവാ ലംബ സമഭാജി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജികൾ എന്നുകൂടി പറയും. ഓക്കെ, ലൈൻ ബൈസെക്ടറിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെ. വരയുടെ സമഭാജിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ലംബ സമഭാജി. കാര്യം എന്താണ്, ഈ വരയ്ക്കുന്ന വര ലംബം അല്ല, നമ്മളൊരു ലൈൻ വരയ്ക്കത്തില്ലേ, ഈ ചാപങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കത്തില്ലേ, ആ ലൈൻ ആദ്യമുള്ള ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെയാണ് എന്ത് വരയ്ക്കുന്നത്, ലൈൻ ബൈസെക്ടർ വരയ്ക്കുന്നത്. ഇനി നമുക്ക് എന്ത് വരയ്ക്കാൻ പഠിക്കാം, ആംഗിൾ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. അപ്പോ നമ്മുടെ കയ്യിൽ എന്തായിരിക്കും, ക്വസ്റ്റ്യനിൽ ഒരു ആംഗിൾ തരും. അപ്പൊ ഞാൻ എന്താ ആംഗിൾ വരച്ചു. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ. ഇതിന്റെ ബൈസെക്ടർ വരയ്ക്കണം. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദാ രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടോ, ഈ ഒരു പോയിന്റ് ഉണ്ടോ, വെർട്ടെക്സ് എന്ന് വിളിക്കാം. ഈ പോയിന്റിൽ കോമ്പസ് വയ്ക്കുക. ഇഷ്ടമുള്ള ഒരു അകലം എടുക്കുക. ഒരുപാട് കൂടുകയും ചെയ്ത് ഒരുപാട് കുറയുകയും ചെയ്ത് ഒരു ഇടത്തര ലെവലില് ഒരു ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. അപ്പൊ കോമ്പസിൽ ഡിസ്റ്റൻസ് എടുക്കുക. കോമ്പസ് ഇവിടെ വെച്ച് ഈ സൈഡിലും ഈ സൈഡിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ചാപം വരയ്ക്കുക. രണ്ട് വശങ്ങളിലും ഓരോ ചാപങ്ങൾ വരയ്ക്കുക. അപ്പൊ കോമ്പസ് എടുക്കുക, ഇവിടെ വയ്ക്കുക, എന്നിട്ട് ഒരകലം എടുക്കുക, മുകളിലും താഴെ അല്ലെങ്കിൽ ആ രണ്ട് വശങ്ങളിലും എന്ത് ചെയ്യുക, ഓരോ ചാപങ്ങൾ വരയ്ക്കുക. എന്നിട്ട് കോമ്പസ് അവിടെ നിന്ന് മാറ്റി ദാ ഈ ചാപത്തിൽ വയ്ക്കുക. ഒരു പോയിന്റ് ഇട്ടിട്ടുള്ളൂ, ആ ഒരു പോയിന്റിൽ വയ്ക്കുക, അകത്ത് ഒരു ചാപം വരയ്ക്കുക. അതുപോലെ ഇതേ കോമ്പസ് എടുത്ത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചാപം വരച്ച ഒരകലമുണ്ടല്ലോ അത് മാറ്റാതെ, അതായത് ആദ്യം നമ്മൾ ഇവിടെ വെച്ചൊരെണ്ണം വരച്ചില്ലേ, അതേ അകലം തന്നെ എടുത്ത് ഇതിൽ വെച്ചുകൊണ്ട് ഈ ചാപം കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എത്ര ചാപങ്ങൾ വരയ്ക്കേണ്ടി വരും, 4 ചാപങ്ങൾ വരയ്ക്കണം. ആദ്യം എന്ത് ചെയ്യണം, വെർട്ടെക്സിൽ വെക്കുക, ഈ മൂലയിൽ കോമ്പസ് വെക്കുക, ഒരകലം എടുക്കുക, ഇവിടെയും ഇവിടെയും ഓരോ ചാപങ്ങൾ വരയ്ക്കുക. എന്നിട്ട് കോമ്പസ് എടുത്ത് ഈ പോയിന്റിൽ വെച്ചു ഒരു ചാപം വരയ്ക്കുക. അവിടെ അകലം മാറിയാൽ പ്രശ്നമില്ല. ആദ്യം എടുത്ത അതേ അകലം തന്നെ ഇവിടെ എടുക്കണമെന്ന് നിർബന്ധമില്ല, മാറിയാലും പ്രശ്നമില്ല. പക്ഷെ അടുത്ത ചാപം വരയ്ക്കുമ്പോൾ, അടുത്ത ചാപം എന്താ ഇവിടെ വെച്ചല്ലേ വരയ്ക്കുന്നത്, ഇവിടെ വെച്ച് വരയ്ക്കുമ്പോൾ ഇവിടെ എടുത്ത അതേ അകലം തന്നെ എടുക്കുക. അപ്പൊ ഇവിടെ ഒരകലം നമ്മൾ എടുത്തിട്ടില്ലേ, ആ അകലം തന്നെ ആയിരിക്കണം ഇവിടെ വെച്ചുകൊണ്ടും ചാപം വരയ്ക്കാൻ. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു കണ്ടോ, ആ ബിന്ദുവും ദാ ഇതും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരച്ചാൽ ഈ കോൺ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മാറുന്നു. ഈ കോൺ അപ്പൊ എത്രയായിരിക്കും, എക്സ്, ഈ കോണും എത്രയാ, എക്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, വെർട്ടെക്സിൽ കോമ്പസ് വെക്കുക, ഒരകലം എടുക്കുക, ഒരു ചാപം ഒരു വശത്ത്, അടുത്ത ചാപം അടുത്ത വശത്ത് വരയ്ക്കുക. എന്നിട്ട് ആ കിട്ടിയ പോയിന്റിൽ വെച്ചുകൊണ്ട് അകത്തൊരു ചാപം വരയ്ക്കുക, ഇവിടെ വെച്ചുകൊണ്ട് അടുത്തൊരു ചാപം വരയ്ക്കുക. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റും ഈ വെർട്ടെക്സ് ആ മൂലയും കൂടെ യോജിപ്പിക്കുമ്പോൾ എന്ത് കിട്ടുന്നു, നമുക്ക് ആംഗിൾ ബൈസെക്ടർ, കോണിന്റെ സമഭാജി കിട്ടുന്നു. അപ്പൊ ഇവിടത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു അകലം എടുക്കത്തില്ലേ, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഒരു അകലം എടുക്കത്തില്ലേ, ആ അകലം അതേ കണക്ക് നിർത്തി തന്നെ എല്ലാം വരയ്ക്കുക. പിന്നെ ഒരു കൺഫ്യൂഷനും വരില്ല. ആദ്യം നമ്മൾ ഒരു അകലം കോമ്പസിൽ എടുത്താൽ അത് പിന്നെ മാറ്റിയേ വേണ്ട. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരയ്ക്കുന്നത്, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത്. ഈ പ്രൊസീജിയർ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പഠിച്ച രണ്ട് കാര്യങ്ങൾ, ലൈൻ ബൈസെക്ടറും ആംഗിൾ ബൈസെക്ടറും വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡ്രോ എ ലൈൻ 6.5 centimeter long and draw its perpendicular bisector. 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച്
അതിന് ലംബ സമഭാജി വരയ്ക്കുക. എന്താണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്? 6.5 സെന്റിമീറ്റർ എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സ്കെയിൽ എടുത്ത് വെച്ച് എത്ര സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക? 6.5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. കറക്റ്റ് അളന്ന് തന്നെ വരയ്ക്കണം. ഇപ്പൊ സ്കെയിലും പെൻസിലും എടുത്തുകൊണ്ട് 6.5 സെന്റിമീറ്റർ ആദ്യം വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്ത് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരെൻഡിൽ, ഞാൻ ഇടതുവശത്ത് കോമ്പസ് എടുത്ത് വെച്ചു. എന്നിട്ട് പകുതിയിൽ കൂടുതൽ അകലം എടുത്തു. അത് സ്കെയിൽ വെച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഇവിടെ വെക്കുക, ഒന്ന് വലിച്ചെടുക്കുക. എടുക്കുമ്പോൾ അത് പകുതി കൂടുതൽ ഉണ്ടായാൽ മതി. എടുത്തിട്ട് മുകളിൽ ഒരു ചാപം വരയ്ക്കുക, അതുപോലെ താഴെയും ഒരു ചാപം വരയ്ക്കുക. മുകളിലും താഴെയും ഓരോ ചാപങ്ങൾ വരയ്ക്കുക. അകലം മാറ്റാതെ ഈ ഒരു പോയിന്റിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ വരച്ച ചാപങ്ങളെ കട്ട് ചെയ്യുക. അപ്പൊ ആദ്യം ഇവിടെ വെക്കുക, 2 ചാപം വരയ്ക്കുക, അകലം മാറ്റാതെ അടുത്തറ്റത്ത് വെക്കുക, 2 ചാപങ്ങൾ വരയ്ക്കുക. അപ്പൊ ഈ ചാപങ്ങളെല്ലാം അവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ടല്ലോ. ദാ ഇവിടെയും കൂട്ടിമുട്ടി, ഇവിടെയും കൂട്ടിമുട്ടി. ഇത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പോ ദാ ഇവിടെ നിന്ന് നേരെ ഒരു ലൈൻ താഴോട്ട് വരച്ചു. ഓക്കെ ആണല്ലോ. ഈ വരച്ചിരിക്കുന്ന വര 6.5 സെന്റിമീറ്ററിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നു. എന്നിട്ട് ഈ ആംഗിൾ എത്ര ഡിഗ്രിയും ആയിരിക്കും? 90 ഡിഗ്രിയും ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജികൾ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് വരച്ചൂടെ? 6.5 സെന്റിമീറ്റർ ലൈൻ, കോമ്പസ് എടുക്കുക, പകുതി കൂടുതൽ എടുക്കുക, ഒരറ്റത്ത് വെക്കുക, 2 ചാപം മുകളിലും താഴെയും വരയ്ക്കുക, അകലം മാറ്റാതെ അടുത്തറ്റത്ത് വെക്കുക, ചാപങ്ങൾ വരയ്ക്കുക, ഒന്ന് മുകളിലും ഒന്ന് താഴെയും. അത് എന്ത് ചെയ്യുന്നു? നേരത്തെ വരച്ച ചാപങ്ങളിൽ കൂട്ടിമുട്ടുന്നു. ആ 2 ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. നമുക്ക് എന്ത് കിട്ടുന്നു? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുന്നു. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.75 സെന്റിമീറ്റർ ലോങ്. വശങ്ങളുടെ എല്ലാം നീളം 3.75 സെന്റിമീറ്റർ ആയ ഒരു സമചതുരം വരയ്ക്കുക. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.75 സെന്റിമീറ്റർ. ഒരു സമചതുരം വരയ്ക്കണം അല്ലെ? ഒരു സമചതുരം വരയ്ക്കണം. ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കണം? 3.75 3.75 സെന്റിമീറ്റർ. നമുക്ക് സ്കെയില് വെച്ചുകൊണ്ട് 3.7 പറ്റും, 3.8 പറ്റും, പക്ഷെ 3.75 വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡബിൾ വരുന്ന ഒരു ലൈൻ വരയ്ക്കുക. 3.75ന്റെ ഇരട്ടി എത്രയാ? 7.5. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് എത്രയെന്ന് കിട്ടും? 3.25ന്റെ ഇരട്ടി എത്രയാണ്? 7.5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 7.5 സെന്റിമീറ്റർ വരുന്ന ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യും? 7.5 ലൈൻ 2 ഈക്വൽ പാർട്ടായിട്ട് കട്ടാവും. ശരിയല്ലേ? 2 ഈക്വൽ പാർട്ടായിട്ട് കട്ടാവും. ഓരോ പാർട്ടിന്റെ ലെങ്തും എത്രയായിരിക്കും? 3.75. അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. എത്ര സെന്റിമീറ്റർ ആയിരിക്കണം ആ ലൈൻ? 7.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ 7.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്ത് എന്ത് ചെയ്യുക? ആദ്യം ഇടതുവശത്ത് വെക്കുന്നു, പകുതി കൂടുതൽ അകലം എടുത്ത് ദാ ഇവിടെയും ഇപ്പുറ സൈഡിലും ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അകലം മാറ്റാതെ അടുത്ത പോയിന്റിൽ വെച്ചു. തൊട്ടു മുമ്പേ വരച്ച ചാപങ്ങൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ചാപങ്ങൾ കൂട്ടിമുട്ടി 2 പോയിന്റ് ബിന്ദുക്കൾ കിട്ടിയില്ലേ? അവ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അവ യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അതെന്ത് ചെയ്യും? ഈ 7.5 സെന്റിമീറ്റർ ലൈനെ 2 ഈക്വൽ പാർട്ട് ആകത്തില്ലേ? അപ്പൊ ഓരോ പാർട്ട് ദാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയായിട്ട് മാറും? 3.75 സെന്റിമീറ്റർ. 7.5ന്റെ പകുതി. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ? ഇല്ല. നമ്മുടെ അടുത്ത് എന്താ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു സൈഡ് 3.75 സെന്റിമീറ്ററേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇനി നമ്മൾ എന്ത് വരയ്ക്കണം? സ്ക്വയർ വരയ്ക്കണം. അതിന് വീണ്ടും കോമ്പസ് എടുക്കുക.
എന്നിട്ട് ദാ ഈ പോയിന്റിൽ വെക്കുക. നമ്മൾ ആ ബൈസെക്ടർ മീറ്റ് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് മിഡ് പോയിന്റ് ആണ് അല്ലെ, മധ്യബിന്ദു അല്ലേ. ആ ബിന്ദുവിൽ കോമ്പസ് വെക്കുക. ഈ അറ്റം വരെയുള്ള അകലം എടുക്കുക. ഓക്കെ, അപ്പൊ കോമ്പസിൽ എത്ര അകലമായി? 3.75 3.75 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തു. എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് നേരെ കറക്കി ഒരു ലൈൻ എവിടെ വരച്ചു? പെർപെൻഡിക്കുലർ ബൈസെക്ടറി വരച്ചു. അപ്പൊ ചിലപ്പോ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? കൂട്ടിമുട്ടിയിട്ടുണ്ടാവില്ല. കൂട്ടിമുട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ ലൈൻ ഈ വരച്ചിരിക്കുന്നവരെ എന്ത് ചെയ്താൽ മതി? കുറച്ചുകൂടി നീട്ടി വരച്ചാൽ മതി. അതായത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്താൽ മതി? ഈ വര നീട്ടി വരച്ച് മുട്ടിച്ചാൽ മതി. ഓക്കെ, അപ്പോ എനിക്കിവിടെ പ്രശ്നമില്ല. എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ലൈനിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ കോമ്പസ് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അവിടെ വെച്ചുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് ആർക്ക് വരയ്ക്കുക. ലെഫ്റ്റിലോട്ടും വരയ്ക്കാം, കുഴപ്പമില്ല. ഞാൻ റൈറ്റിലോട്ട് വരച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ഈ പോയിന്റിൽ കോമ്പസ് വയ്ക്കുക. അപ്പൊ ഞാൻ റൈറ്റ് സൈഡിലോട്ട് വരച്ചത് കൊണ്ട് ഈ പോയിന്റിൽ കോമ്പസ് വെച്ചു. ഇപ്പൊ ലെഫ്റ്റിലോട്ടാണ് വരച്ചിരുന്നെങ്കിലോ ഇതിൽ കോമ്പസ് വെക്കുക. ഇപ്പോഴും കോമ്പസിൽ അകലം എത്ര സെന്റിമീറ്റർ ആണ്? 3.75. അത് ഇവിടെ വച്ചിട്ടുണ്ട്. ഈ വരച്ച ചാപത്തെ കട്ട് ചെയ്യാം. അപ്പൊ നേരത്തെ നമ്മളൊരു ചാപം വരച്ചിട്ടിട്ടില്ലേ, അതിനെ മുറിക്കുക. അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടി. ഈ പോയിന്റും ദാ ഇതുമായിട്ട് യോജിപ്പിക്കുക. അതുപോലെ ഈ പോയിന്റും ഇതുമായിട്ടും യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും. ആ സ്ക്വയറിന്റെ സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? 3.75 സെന്റിമീറ്റർ. അതല്ലേ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായി? സ്ക്വയർ ആയി. ഇതാണ് നമ്മുടെ സ്ക്വയർ വിത്ത് സൈഡ് 3.75 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ്സ് ബൈസെക്ടർ. 75 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരച്ച് അതിന്റെ സമഭാജി വരയ്ക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 75 ഡിഗ്രി മെഷർ ഉള്ള ഒരു ആംഗിൾ വരയ്ക്കണം. അതിന്റെ ബൈസെക്ടർ വരയ്ക്കുക. 75 ഡിഗ്രി കോണളവുള്ള കോൺ വരച്ച് അതിന്റെ സമഭാജി വരയ്ക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 75 ഡിഗ്രി വരയ്ക്കുക. അതിനാദ്യം ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ നേരെ ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ടർ എടുത്ത് വെക്കുന്നു. പ്രൊട്രാക്ടർ വെച്ചു. എന്നിട്ട് എത്ര ഡിഗ്രി അടയാളപ്പെടുത്തുക? 75 ഡിഗ്രി പോയിന്റ് അടയാളപ്പെടുത്തി. അതും ഇതും കൂടെ യോജിപ്പിച്ച് വരച്ചു. ഓക്കെ ആണേ. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ഡിഗ്രി ആയി? 75 ഡിഗ്രി ആയി. ഈ കോണളവ് എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ എന്ത് വരയ്ക്കണം? സമഭാജി വരയ്ക്കണം. എങ്ങനെയാ സമഭാജി വരയ്ക്കുന്നത്? സമഭാജി വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? കോമ്പസ് എടുക്കുക. എന്നിട്ട് ഇവിടെ വെക്കുക. ഒരു നിശ്ചിത അകലം എടുത്ത് രണ്ട് വശങ്ങളിലും ഒരു ചാപം വരയ്ക്കുക. രണ്ട് വശങ്ങളിലും ഓരോ ചാപം വീതം, ഓരോ ആർക്ക് വീതം വരയ്ക്കുക. എന്നിട്ട് അകലം ആദ്യം എടുത്തത് മതി, പിന്നെ മാറ്റണ്ട, അത് തന്നെ നിർത്തിക്കും. എന്നിട്ട് ഇവിടെ വെക്കുക. അകത്തൊരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. ഇവിടെ വെക്കുക. ഈ ചാപം മുറിക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു പോയിന്റ് കിട്ടിയില്ലേ? ഈ ഒരു പോയിന്റും ഇതും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരച്ചാൽ കോൺ രണ്ട് ഭാഗങ്ങളായിട്ടില്ലേ? അതിൽ ഓരോ ഭാഗവും 75 ഡിഗ്രിയുടെ പകുതിയായ 37.5 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ? വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25 സെന്റിമീറ്റർ. ആരം 2.25 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു സർക്കിൾ വരയ്ക്കണം. അതിന്റെ റേഡിയസ് എത്രയാണ്? 2.25 സെന്റിമീറ്റർ. നമുക്കൊരു വൃത്തം വരയ്ക്കണം. വൃത്തത്തിന്റെ ആരം 2.25 സെന്റിമീറ്റർ. ഇപ്പോ 2.2 ആയിരുന്നെങ്കിലും 2.3 ആയിരുന്നെങ്കിലും നമുക്ക് സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്താം. പക്ഷെ 2.25 ഏത് വെച്ച് വരയ്ക്കാൻ പറ്റില്ല? സ്കെയില് വെച്ച് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2.25ന്റെ ഇരട്ടി എടുക്കുന്നു. 2.25 പച്ചമലയാളത്തിൽ എന്ത് പറയാം? 2.25. അതിന്റെ ഇരട്ടി എടുക്കുക. 2ന്റെ ഇരട്ടി 4,
കാലിന്റെ ഇരട്ടി അര. 4 അരയും കൂടെ ചേർത്താൽ 4 അര. എങ്ങനെ എഴുതാം? 4.5. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു തുടങ്ങാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് 4.5 സെന്റിമീറ്റർ എടുത്ത് ഒരു വര വരച്ചു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. എന്തിനാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്? നേരെ പകുതി കിട്ടും. അപ്പോ 4.5ന്റെ പകുതി എത്രയാ? 2.25. അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. എങ്ങനെയാണ് വരയ്ക്കുന്നത്? കോമ്പസ് എടുത്ത് ഒരറ്റത്ത് വെക്കുന്നു. എന്നിട്ട് പകുതിയിൽ കൂടുതൽ എടുത്ത് മുകളിലും താഴെയും ആർക്ക് വരച്ചു. ആ അകലം മാറ്റാതെ അടുത്ത പോയിന്റിൽ കോമ്പസ് വെക്കുന്നു. ഈ ആർക്ക് കട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടിയല്ലോ. ഈ 2 പോയിന്റും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരച്ചു. അത് എന്ത് ചെയ്യും? ആദ്യം വരച്ച 4.5 സെന്റിമീറ്ററിന്റെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? വൃത്തം വരയ്ക്കണം. വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റിൽ കോമ്പസ് വെക്കുക, ഏതെങ്കിലും ഒരു അറ്റം വരെയുള്ള അകലമെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കറക്കി ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2.25 സെന്റിമീറ്റർ ആരമുള്ള എന്ത് ലഭിക്കുന്നു? സർക്കിള് ലഭിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനിയും കുറെ ക്വസ്റ്റ്യനും കൂടെ ബാലൻസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.